ഡാനി, ഈ ആംബുലൻസുകളെല്ലാം സജ്ജമാണോ? ഡാനി, ആംബുലൻസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ആംബുലൻസുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അത് ഏതൊക്കെ ആംബുലൻസ് എവിടേക്കാണ് പോകേണ്ടത്? അങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുകയല്ലേ അവിടെ? സജിത്ത്, അത്രയും ആ ഒരുക്കങ്ങളെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തീകരിച്ചിരുന്നു. കാരണം ഇത് നേരത്തെ തന്നെ നോർക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ ആർക്ക് എവിടേക്കെല്ലാം തന്നെ പോകണം എന്നുള്ളതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങളിലേക്ക് പോകുമ്പോൾ കൃത്യമായ റൂട്ട് അതായത് പോലീസ് സ്റ്റേഷൻ വഴി അത് റൂട്ട് ഉറപ്പിച്ചത്, അതാണ് പൈലറ്റ് വാഹനങ്ങളുടെ കാര്യം അടക്കം സൂചിപ്പിച്ചത്. അതാണ് പൈലറ്റ് വാഹനങ്ങളടക്കം സജ്ജമാക്കിയതും അതുകൊണ്ട് തന്നെയാണ്. അത്തരം ക്രമീകരണങ്ങൾ ഓരോ ആംബുലൻസിനും ഓരോ പൈലറ്റ് വാഹനമുണ്ടാകും എന്ന് വ്യക്തമായിട്ട് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. മലയാളികളായ 23 പേരുടെ വീട്ടിലേക്കും ഈ രീതിയിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് സംസ്ഥാനത്തിന് അകത്തുള്ള കാര്യങ്ങൾ, പുറത്തേക്കുള്ള കാര്യങ്ങൾ തമിഴ്നാട്ടിലേക്കുള്ളത് തമിഴ്നാട് സർക്കാർ തന്നെ, തമിഴ്നാട് ഒരു മന്ത്രി തന്നെ ഇവിടെ നേരിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങളുടെ ഒരു ചുമതല ഏകോപിപ്പിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആംബുലൻസുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതിലായിരിക്കും കൊണ്ടുപോകുന്നത്, മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ ആംബുലൻസുകളുടെ കോൺവോയ്ക്കും ഇവിടെ നിന്ന് പൈലറ്റ് വാഹനം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതിർത്തി കടക്കും വരെയും ഈ പൈലറ്റ് വാഹനങ്ങൾ അവർക്കൊപ്പം തന്നെ ഉണ്ടാകും. കർണാടകത്തിന്റെ ഒരാളുടെ മൃതദേഹമാണുള്ളത്. നേരത്തെ അവർ വിമാനമാർഗം എന്ന രീതിയിലായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. അതിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. കാരണം ഇപ്പോൾ അത് ആംബുലൻസിൽ തന്നെ ആകും എന്നുള്ള ഒരു സൂചനകളുണ്ട്. മന്ത്രി കെ രാജനും അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ കൂടിയും അതിനുവേണ്ട സജ്ജീകരണങ്ങളും സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിനെ യാതൊരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഏകോപനം നടത്തിയിരിക്കുന്നത്. യാതൊരു രീതിയിലുള്ളൊരു വീഴ്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകില്ല. ആ രീതിയിലുള്ളൊരു സജ്ജീകരണങ്ങളെല്ലാം തന്നെ അവർ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിൽ ഇന്ന് തുടക്കം മുതൽ തന്നെ മന്ത്രിമാരുടെ അടക്കം നേതൃത്വത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും തന്നെയും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. മന്ത്രി വീണ ജോർജിന്റെ യാത്ര ഇന്നലെ മുടങ്ങിയെങ്കിൽ കൂടിയും അവർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ഒരു ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങളിൽ എത്രമാത്രം മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് വിലയിരുത്തിയിട്ടുണ്ട്. ഇന്ന് സംസാരിച്ച മന്ത്രിമാരും ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി ആശുപത്രിയിൽ കഴിയുന്നവരുടെ മെച്ചപ്പെടുകയാണ് എന്ന നല്ല വാർത്തകളുണ്ട് എന്നാണ് അവർ സൂചിപ്പിച്ചത്. അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ഏതെങ്കിലും രീതിയിൽ തുടർ ചികിത്സകൾ അവിടെ ആയിരിക്കും. ഏതെങ്കിലും രീതിയിൽ അവർക്ക് നാട്ടിലേക്ക് മടങ്ങി വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ നാട്ടിലേക്ക് എത്തിക്കാനും സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുക്കുമെന്നും മന്ത്രിമാർ സൂചിപ്പിക്കുകയുണ്ടായി. ആ കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് ഇവിടേക്ക് ഇപ്പോൾ അത്യാഹിതം സംഭവിച്ചു. അതിൽപ്പെട്ട മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതും ഒരു പരിധിവരെ ഒരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് വൈകാനുള്ള ഒരു സാധ്യതകൾ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടി വരുമെന്നും തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത്തരം നടപടികളിലേക്ക്, സങ്കീർണതകളിലേക്ക് പോകേണ്ടി വരുമെന്ന സൂചനകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നില്ല. മറ്റു നടപടികളും കാര്യങ്ങളും ആശുപത്രിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അവിടെ സർക്കാരുമായി ബന്ധപ്പെട്ടും ഗോവ സർക്കാരുമായി ബന്ധപ്പെട്ടുമുള്ള നടപടികളും എല്ലാം തന്നെ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനും കഴിഞ്ഞിരുന്നു. കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ അക്കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടായി എന്നതാണ്. അതുകൊണ്ട് വലിയ താമസമില്ലാതെ തന്നെ ഇവിടേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നതും വലിയ ആശ്വാസകരമായിട്ട് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ബന്ധുക്കൾ അടക്കം വലിയൊരു ജനാവലി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പരിമിതമായ ഒരു സൗകര്യങ്ങൾ മാത്രമാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ഉണ്ടാകുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർക്ക് പരിഗണന നൽകിക്കൊണ്ടായിരിക്കും ഈ കാര്യങ്ങളിലുള്ളൊരു അവസാനവട്ട കാര്യങ്ങൾ നടക്കുക. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് അവരവരുടെ വീടുകളിലേക്ക്
മൃതദേഹങ്ങൾ എത്തിക്കുക എന്ന കാര്യങ്ങൾക്ക് തന്നെയാണ് പരമപ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കൃത്യമായ ഒരു ചാർട്ട് അതിന് തയ്യാറാക്കിയിട്ടുണ്ട്. 23 പേരുടെയും ബന്ധുക്കൾക്ക് ഈ പൊതുദർശനം അന്തിമോപചാരം അർപ്പിക്കുക എന്ന കൃത്യം പൂർത്തിയാക്കിയതിനു ശേഷം ഏത് രീതിയിൽ കൃത്യമായി പുറത്തേക്ക് പോകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം കൊണ്ടുപോകേണ്ട മൃതദേഹം ഏത് എന്നതടക്കം ലിസ്റ്റ് അവർക്ക് നൽകിയിട്ടുണ്ട്. ആംബുലൻസുകളും അതേ രീതിയിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. ആംബുലൻസും കോൺവോയ് വാഹനങ്ങൾ, പൈലറ്റ് വാഹനങ്ങളും അതേ രീതിയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആശയക്കുഴപ്പമില്ലാതെ തന്നെ കൃത്യമായി ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എത്തിക്കുക എന്ന കാര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് ആ നടപടികൾ ഡാനി പോളിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതായത് ഡാനി സൂചിപ്പിക്കുന്നത് പോലെ അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ ക്രമീകരണങ്ങളും എല്ലാം സജ്ജമാണ്. ഇനി കാത്തിരിക്കുന്നത് മൃതദേഹങ്ങൾ പുറത്തേക്ക് വരിക എന്നതാണ്. ചില നടപടിക്രമങ്ങൾ വൈകുന്നത് കൊണ്ടാവാം. എന്തായാലും അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന സ്ക്രീനിന്റെ വലതുവശത്തായി കാണുന്ന ആ ഭാഗത്തേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരിക. നേരത്തെ കാർഗോയിൽ കോംപ്ലക്സിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതാണ്. റൺവേയിൽ നിന്നും കാർഗോ കോംപ്ലക്സിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഇടതുവശത്തായി കാണുന്ന ആ ദൃശ്യം വലതുവശത്ത് കാണുന്നതാണ്. മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ഇടത്തെ ക്രമീകരണങ്ങളാണ് കാണുന്നത്. അവിടുത്തെ പൊതുദർശനം വേഗത്തിൽ പൂർത്തിയാക്കും. അതിനുശേഷം സ്വന്തം നാട്ടുകളിലേക്ക് പോകുന്നു എന്നതാണ്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ വീടുകളിലേക്കെല്ലാം ഈ മൃതദേഹം എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമുണ്ട്. കൊച്ചിയിൽ നിന്നും ഏറ്റവും ദൂരം എന്ന് പറയുന്നത് കാസർഗോഡ്, തിരുവനന്തപുരം രണ്ടിടത്തേക്കുമുള്ള യാത്രകളാണ്. തിരുവനന്തപുരത്ത് ആര്യനാട് സ്വദേശി ഒരു അരുൺ ബാബുവിൻ്റെ സംസ്കാരമുണ്ട്. ഒപ്പം തന്നെ വർക്കലയിൽ മറ്റൊരു തിരുവനന്തപുരം സ്വദേശിയും ഈ ദുരന്തത്തിൽപ്പെട്ടിട്ടുണ്ട്. അതേസമയം കാസർഗോഡ് 2 പേരുടെ കൂടിയുണ്ട്. കുഞ്ഞിക്കീളു അടക്കമുള്ളവരുടെ വീടുകളിലേക്കും മൃതദേഹം എത്തിക്കേണ്ടതുണ്ട്. ആ തരത്തിലാണ് ക്രമീകരണം. എന്തായാലും കൊച്ചിയിൽ നിന്ന് ഈ 2 ഇടത്തേക്കും മൃതദേഹം എത്തിക്കാനും ഏറ്റവും വേഗത്തിൽ. മറ്റൊന്ന് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലെ വലിയ ദുരന്ത ഭൂമിയാണ്. അവിടെ പല പേര് തിരുവല്ലയിലും റാന്നിയിലും പന്തളത്തുമടക്കം പല മേഖലകളിലായി നിരവധി പേരുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അവരുടെ വീടുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കോട്ടയത്ത് 3 പേരുണ്ട്. ഷിബു വർഗീസ് ഉണ്ട്. ഒപ്പം തന്നെ ഇത്തിത്താനം സ്വദേശിയായ യുവാവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കണം. ഒപ്പം സ്റ്റെഫിൻ, പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ്റെ മൃതദേഹവും അവിടെ എത്തിക്കേണ്ടതുണ്ട്. ആ തരത്തിലാണ് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. എല്ലായിടത്തേക്കും പ്രത്യേക ആംബുലൻസ് എന്നതാണ് നടത്തിയിരിക്കുന്ന ക്രമീകരണം. നേരത്തെ മന്ത്രിമാർ അവിടുത്തെ ക്രമീകരണങ്ങളും വിശദാംശങ്ങളും വ്യക്തമാക്കിയിരുന്നു. ആ കാത്തിരിപ്പാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ജനാധിപത്യ സംവിധാനത്തെ എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് വിവാദങ്ങൾക്കിട നൽകാതെ ഇപ്പോൾ ആ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള നടപടിക്രമങ്ങളാണ് വേഗത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിയൊക്കെ സൂചിപ്പിച്ചതുപോലെ കുവൈറ്റ് സർക്കാർ കുടുംബത്തിന് ദുരിതാശ്വാസമായ ചില ധനസഹായ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രഖ്യാപനമുണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ സ്വകാര്യ ചില വ്യവസായികളും വലിയ തുകകൾ സംഭാവന ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ കുടുംബത്തിന് ആശ്വാസം പകരാൻ കഴിയുന്ന ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ, ഏറെ സ്വപ്നങ്ങളാണ് ഒരു പിടി തീപിടുത്തത്തിൽ ഇല്ലാതാവുന്നത്. ആ തീപിടുത്തത്തിൽ നഷ്ടമാവുന്ന ആ സ്വപ്നങ്ങൾക്ക് ഒരു കൈത്താങ്ങെങ്കിലുമാവാൻ ഇത്തരം സഹായങ്ങൾ കഴിയുമെങ്കിൽ അത് കഴിയട്ടെ. എന്തായാലും അങ്ങനെ ഉണ്ടാകുമെന്ന ഉറപ്പാണ് വിവിധ സർക്കാർ സംവിധാനങ്ങളും സ്വകാര്യ വ്യവസായികളും അടക്കം അവരുടെ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അത് പാലിക്കപ്പെടട്ടെ എന്ന് നമുക്ക് കരുതാം. അത് വേഗത്തിൽ ഉണ്ടാവുകയും വേണം. എന്തായാലും ഇപ്പോൾ ഈ മൃതദേഹം വേഗത്തിൽ വീട്ടിലെത്തിക്കുക, ആ നടപടിയാണ് വേഗത്തിൽ കൈവരിക്കേണ്ടത്. കാരണം കുടുംബങ്ങൾക്ക് ആശ്വാസം പകരണം. അവർക്ക് തങ്ങളുടെ നഷ്ടമായ ഉറ്റവരെ അവസാനം നോക്കൊന്നുകൂടി കാണുന്നതിന് വേണ്ടി അവസരമൊരുക്കുക എന്നതാണ്. അത് ഏറ്റവും മാന്യമായി, ഏറ്റവും വേഗത്തിൽ, ഏറ്റവും ബഹുമാനപൂർവ്വമായി അത് നടപ്പിലാവുകയും വേണം. അതിനുള്ള കാത്തിരിപ്പാണ് ഇനി.